ഹായ് ഓൾ. ഇപ്പോൾ 1991 റിലീസായ ഭരതം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഈയിടെയായിട്ട് ഫേസ്ബുക്കിൽ ഒരുപാട് വീഡിയോസൊക്കെ വരാറുണ്ട്. അതിലെ അഭിനയ പ്രകടനത്തെയൊക്കെ പറ്റി സംസാരിച്ചു. അങ്ങനെ എനിക്കൊന്ന് കാണണം തോന്നി, അങ്ങനെ ഞാൻ കണ്ടു. അപ്പോൾ ആ സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഭരതം 1991 റിലീസായിരിക്കുന്നത്. അതിൻ്റെ സംവിധായകൻ സിബി മലയിൽ സാറാണ്. അത് തിരക്കഥ, സംഭാഷണം എഴുതിയിരിക്കുന്നത് AK ലോഹിതദാസൻ. എന്താണ് ആ സിനിമയെക്കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങുകയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പാട്ടുകൾ, അതിൽ ഓരോരോ പാട്ടുകളും, അതിലെ വരികളായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പണ്ടത്തെ സിനിമയിലൊക്കെ പാട്ടുകളുടെ ഒരു പ്രാധാന്യം ഭയങ്കര വലുതാണ് അല്ലേ. ഒത്തിരി നല്ല പാട്ടുകളുണ്ട് ആ സിനിമയിൽ. പിന്നെ എനിക്ക് പറയാൻ തോന്നിയത്, ഇപ്പോൾ ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രോ സ്റ്റൈലാണ് അല്ലേ. ഒരു അച്ഛനോടൊക്കെ ഒരു റെസ്പെക്റ്റ് ഉണ്ടോ നമുക്ക്? ഇല്ല. അപ്പോൾ അച്ഛനില്ലാത്തൊരവസ്ഥയിൽ പോലും ചേട്ടനോട് ആ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ്, അതൊക്കെ ഇന്നത്തെ തലമുറയിലുള്ളവരും നമ്മളും ഒക്കെ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. ആ രീതിയിലുള്ള റെസ്പെക്റ്റാണ് അന്നൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്നെങ്കിൽ ഒരുപാട് ഉച്ച ഉയർത്തി സംസാരിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ശരിക്കും പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ അങ്ങനെ ഒരു സ്ത്രീ കഥാപാത്രത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണം, വെറുതെയാണ് സ്ത്രീകൾ കഥാപാത്രങ്ങളായിട്ട് സിനിമയിലുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ അതെല്ലാം പ്രവൃത്തിയിൽ കണ്ടിട്ടുണ്ട്. നല്ല നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ, അതിൽ ചേട്ടൻ്റെ വൈഫായിട്ട് വരുന്ന കഥാപാത്രം ആയിക്കോട്ടെ, അനിയൻ്റെ കാമുകിയായിട്ട് വരുന്ന കഥാപാത്രം ആയിക്കോട്ടെ, അമ്മ കഥാപാത്രങ്ങളായിക്കോട്ടെ, അമ്മായിയമ്മ കഥാപാത്രങ്ങളായിക്കോട്ടെ, എത്ര നന്നായിട്ടാണ് സ്ത്രീകളെ പോർട്രേ ചെയ്തിരിക്കുന്നത്. അതിൽ ചില രംഗങ്ങളിലൊക്കെ ഉർവശി മാമാണ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതായത് മോഹൻലാൽ സാറിൻ്റെ, അതാണ് അനിയൻ ക്യാരക്ടറിൻ്റെ കാമുകിയായിട്ട് ചെയ്തിരിക്കുന്നത് ഉർവശി മാമാണ്. അപ്പോൾ ആ മാമിൻ്റെയൊക്കെ കഥാപാത്രങ്ങളെ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ചില സിറ്റുവേഷൻസിലൊക്കെ മോഹൻലാൽ സാറിനെക്കാട്ടിലും ഭയങ്കര മെച്ചുവേർഡായിട്ട് കൈകാര്യം ചെയ്യണം. നീ കരയല്ലേ, ഇവളെ നോക്ക്, ഇവള് സ്ട്രോങ് അല്ലേ എന്ന് പറയുന്ന ഡയലോഗ്സ് ഒക്കെ അതിലുണ്ട്. അതുപോലെ ഓരോ സിറ്റുവേഷനിൽ നിന്നും മോഹൻലാൽ സാറിനെ ആ ഒരു വിഷമഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു കാമുകി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അത് ചില കോമഡികളാക്കി മാറ്റിക്കൊണ്ടും, നല്ല സീരിയസ് സിറ്റുവേഷൻസൊക്കെ കോമഡിയാക്കി മാറ്റിക്കൊണ്ടും ഒക്കെ ആ ഒരു കഥാപാത്രം, അതിലൊരു സംഭാഷണം ആയിക്കോട്ടെ, അതുപോലെ തന്നെ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്ന രീതികളൊക്കെ അന്നുണ്ട് ഹസ്ബൻഡിനെ. അപ്പോൾ അതൊക്കെ അത്ര 1991 ആ ചിന്താഗതികൾ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചില സമയത്ത് ആശ്ചര്യം തോന്നുവാണ്. ഓരോ കഥാപാത്രങ്ങൾ, ഓരോ സിറ്റുവേഷനൊക്കെ എടുത്തിട്ട് സ്ത്രീകൾ വെറുതെ ആയിട്ട് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിസ്കഷൻസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം 1991 അത്രയും റെസ്പെക്റ്റോടുകൂടി സ്ത്രീ കഥാപാത്രങ്ങൾ എഴുതിക്കൊണ്ടിരുന്നൊരു സ്ഥലത്ത് നിന്ന് 2025 അതൊരു ചർച്ച മാത്രമേ നടക്കുന്നുള്ളൂ. എന്നിട്ടും ഒരുപാട് അങ്ങനെയുള്ള കഥകളും സിനിമകളും ഒക്കെയാണ് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ നെഗറ്റീവായിട്ട് തന്നെ റിവ്യൂസും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്രയും പണ്ട് തന്നെ ഇത്രയും നല്ലൊരു കൾച്ചർ ഉണ്ടായിരുന്നിട്ട് 2025 എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ഒരു ഡിസ്കഷൻ തന്നെ വരുന്നതെന്നുള്ള ഡൗട്ട്സാണ്. ഇതിലും നല്ല ഒരു കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും നല്ല രീതിയിൽ സംഭാഷണങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പഴയ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിൽ പതിയും ചില കാര്യങ്ങളൊക്കെ. അതിൽ ഇപ്പം ഉള്ള ക്യാമറ വർക്കും കാര്യങ്ങളും ഒക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും പറയുന്ന കഥകൾ പണ്ടത്താണ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് എന്ന് തോന്നുന്നു. ചില സിനിമകളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നു. അതൊന്ന് പറയണമെന്ന് തോന്നി. അതുപോലെ നല്ലൊരു കഥയാണ് കേട്ടോ, നല്ലൊരു കഥയാണ്. അതിൽ തന്നെ ക്ലൈമാക്സ് സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ എല്ലാവരും ആണെങ്കിൽ മോഹൻലാൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിനെ എപ്പോൾ സപ്പോർട്ട് ചെയ്തെന്ന് തോന്നിയാൽ മതി, 100% സപ്പോർട്ട് ചെയ്യും. പക്ഷെ അതിനകത്ത് ചില കഥാപാത്രങ്ങൾ പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ്. നീ അത് ചെയ്തെങ്കിലും ഞങ്ങളെ ഒരു നാടക വിഡ്ഢിവേഷം കെട്ടിക്കല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളും, എങ്കിൽ പോലും ഏടത്തിയമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ അത് അംഗീകരിച്ചു. എങ്ങനെയാണോ സിനിമ തുടങ്ങുന്നത്, അതിൽ അനിയൻ കഥാപാത്രത്തിന് ചേട്ടൻ എങ്ങനെയായിരുന്നോ അതുപോലെയായി മാറുകയാണ് അനിയൻ ചേട്ടൻ്റെ മകന്. അങ്ങനെയാണ് അതിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. നല്ലൊരു സിനിമയാണ് കേട്ടോ. ആരും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. തീർച്ചയായിട്ടും കാണാൻ പറ്റിയൊരു സിനിമയാണ് ഭരതം.